St. Royal Home Spaces presents Janam Mega Onapukala Malsaram 2025 in association with Tasty Nibbles, VKC Daban, SK Hospital, Ramchandran, Tiruvonam Bamba 2025. ഞങ്ങളുടെ വെന്യൂ പാർട്ട്ണർ ഒബ്റോൺ മാൾ. ഇന്നത്തെ മത്സരത്തിലെ മൂന്നാം വിജയിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ പൂക്കള മത്സരത്തിലേക്ക്, മെഗാ ഓണപ്പൂക്കള മത്സരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എന്നോടൊപ്പം ഒബ്റോൺ മാളിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ രേവതി അപ്പോൾ ഉണ്ട്. ഒബ്റോൺ മാളാണ് നമുക്ക് ഈ വെന്യൂ അനുവദിച്ച് തന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വേദി ഇപ്പോൾ ധന്യമായിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ പല കോണുകളിൽ നിന്നും വന്ന ടീമുകളാണ് ജനം മെഗാ ഓണപ്പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ സമ്മാനം കിട്ടും. എല്ലാം ജഡ്ജസിൻ്റെ കയ്യിലാണ്. അവരുടെ വിധി നിർണയം എങ്ങനെയാവുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നല്ലൊരു മാവേലി ഇവിടെ ഉണ്ട്. മാവേലി ഒന്ന് കടന്നു വരൂ. എന്തായാലും മാവേലിക്ക് ആ പ്രൗഢിയുണ്ട്, മഹാബലിയുടെ ആ പ്രൗഢിയുണ്ട്, ആ തേജസ്സുണ്ട്. എങ്ങനെയുണ്ട്? ഓണത്തിന് നേരത്തെ എത്തി അല്ലേ? പ്രജകളൊക്കെ എന്തു പറയുന്നു? വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊറോണയും പ്രളയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ സന്തോഷം നമ്മൾക്ക് നിന്നും വിട്ടുപോയൊരു നിമിഷമായിരുന്നു. പക്ഷേ ഇപ്പം അതെല്ലാം മാറി ഇവിടെ വന്നപ്പോൾ വളരെ വളരെ സന്തോഷം തോന്നുന്നു. പ്രജകളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലും അവരുടെ ആഘോഷങ്ങളും ഇതുപോലുള്ള നല്ല നല്ല മത്സരങ്ങളും കാഴ്ചവെക്കുന്ന ഈ ജനങ്ങളെ കാണുമ്പോൾ മനസ്സ് നിറഞ്ഞ സന്തോഷമാണ്. രേവതി, നമുക്ക് ഇന്നലെ പാർട്ടിസിപ്പൻസിൻ്റെ വിശേഷങ്ങൾ അറിയാൻ പോകാം. എന്തുകൊണ്ട് അവർ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തി? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ്. ഓക്കെ, ഹായ്, ഞങ്ങളിവിടെ എടപ്പള്ളിയിൽ നിന്നാണ്. പേര് സുധാ പ്രസാദ്. ഞങ്ങൾ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെ കണ്ടു. അപ്പോൾ ജസ്റ്റ് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും. ഇഷ്ടമുള്ളതാണ്. ഞങ്ങൾ ഡെയിലി അത്തം മുതൽ തിരുവോണം വരെ വീടുകളിൽ ഇടുന്നതാണ്. ഏജ് ആയെങ്കിലും വിട്ടുകൊടുക്കാതെ വന്നിരിക്കുക ഞങ്ങളൊക്കെ. ഗുഡ് ഗുഡ് ഗുഡ്, നന്നായി. ഏജ് ആയി ആരാ പറഞ്ഞേ? ഏജ് ഒന്നും ആയിട്ടില്ല. താങ്ക് യു. യെസ് യെസ്, ജസ്റ്റ് നമ്പർ ഏജ് കേട്ടോ. ഓക്കെ, എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ വലിയ സന്തോഷം. ജന ടി വിയുടെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിലാരാ പാട്ട് പാടുന്നവർ? മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും. രേവതി, സാധാരണ ഈ ഓണപ്പൂക്കളം മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളാണല്ലേ? അവർക്കാണ് താല്പര്യം. പക്ഷെ ഇപ്പം കണ്ടുവരുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരം കഴിഞ്ഞു, ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ പുരുഷന്മാർ മാത്രം, അവർ സ്ത്രീകളെയൊന്നും അടുപ്പിക്കുന്നില്ല. പക്ഷേ നന്മ പുരുഷ സഹായ സംഘം എന്നല്ലേ പേര് അല്ലേ? അപ്പം പുരുഷന്മാരെ മാത്രമേ നമുക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ. അപ്പം ചോദിച്ചോളൂ. നമസ്കാരം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പൂക്കളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എന്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹം തോന്നി വന്നത്? ഞങ്ങൾ ഇതിനു മുമ്പുള്ള പൂക്കല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഈ പൂക്കളം, ഊഞ്ഞാലും തൃക്കാക്കരപ്പനും ഒക്കെയുള്ള ഓണം ഇത് വരുന്നത്. അപ്പോൾ ഈ പൂക്കള മത്സരം സംഘടിപ്പിച്ച് തന്നെ ജന ടി വിക്ക് 1000 ആശംസകൾ അർപ്പിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ഇത് മറന്നു പോണ ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ പൂക്കളങ്ങൾ വരുമ്പോൾ തന്നെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഓർക്കാനൊരു അവസരം കൂടിയാണത്. ജന ടി വിക്ക് ഞങ്ങളുടെ സംഘത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മൾ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ, അതായത് അസൽ പൂക്കളായിരിക്കണം, ഒറിജിനൽ പൂക്കളായിരിക്കണം. കാരണം ഇത് പ്ലാസ്റ്റിക് പൂക്കളുടെ കാലമാണ് അല്ലേ? അപ്പോൾ
അപ്പോൾ അസൽ പൂക്കളായിരിക്കണം, മറ്റേ ആഡഡ് കളേഴ്സ് ഒന്നും പാടില്ല. സാധാരണ ചില ഈ പൂക്കളം ഒന്ന് മോടിയാക്കാൻ അതിൽ ഈ ഉപ്പിന് കളറൊക്കെ കൊടുത്ത് ഉപയോഗിക്കും. ഇതില്ല, ഇവിടെ അതൊന്നുമില്ല. നമ്മുടെ മാനദണ്ഡങ്ങളിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കളേഴ്സ് യൂസ് ചെയ്യരുതെന്ന്. പിന്നെ ഇല യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതും മുറിച്ച് വേണം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടുന്നാണ് വരണേ? ഞങ്ങൾ അഖില കേരള വീരശൈവ മഹാസഭയുടെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് അമ്പിളി ദാസ്. ഞങ്ങൾ പല സ്ഥലത്തു നിന്നുള്ള ആളുകളാണ്, ഈ എറണാകുളം ജില്ലയുടെ പല സ്ഥലങ്ങൾ. വളരെ സന്തോഷമായി. നമുക്ക് പുതിയ തലമുറയെ നമ്മുടെ ഓണവും അതുപോലെ നമ്മുടെ പൈതൃകങ്ങളും സംസ്കാരവും ഒക്കെ എല്ലാവരിലേക്കും പകരുന്നതിനും അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതിനുമൊക്കെ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ വളരെ നല്ലതായിരിക്കും എന്നാണ് അഭിപ്രായം. രേവതി, മത്സരം മുറുകി വരികയാണ്. 2:10 മത്സരം അവസാനിക്കും. അപ്പോൾ നോക്കൂ, ഇത് സ്ത്രീകളുടെ മാത്രം ഒരു കൂട്ടായ്മയാണ്. പുരുഷന്മാരെ ഒന്നും അടുപ്പിച്ചിട്ടില്ല. പല പുരുഷന്മാരിൽ വിശ്വാസം ഇല്ലാത്തത് ഉണ്ടായിരിക്കാം അല്ലേ? അതെ അതെ അതെ. അപ്പോൾ നോക്കൂ, ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് തീരുമാനിച്ചു? ഇല്ല, ജനൻ ടി വിയിൽ വന്നിരുന്നു ഇതുപോലെ ഇങ്ങനെ ഒരു പൊന്നോട് പൂക്കള മത്സരം ഉണ്ട്. ഞങ്ങൾ തീരുമാനിച്ച് പങ്കെടുക്കാം, അങ്ങനെ രജിസ്റ്റർ ചെയ്ത് വന്നതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്? ഇതിനു മുമ്പേ പല പൂക്കള മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ PhD ചെയ്യുന്നു, വയലിനിസ്റ്റാണ്. ആണല്ലേ? ഓക്കെ. ശ്രീ ശങ്കരാചാര്യ. ഞാൻ ട്രിവാൻഡ്രം, ഇവരൊക്കെ എറണാകുളം. അപ്പോൾ വയലിൻ മാത്രമായിട്ടുള്ള ഒരു പാട്ട് പാടിക്കൂടെ? ഒരു ഓണം സോങ്. വിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പിരി. ഇപ്പൂവിളിയിൽ മോഹം പൊന്മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൊന്നോണമായി. രേവതി, പുരുഷന്മാർ മാത്രം പങ്കെടുക്കുന്നു. നമുക്കൊരാളെ ഇങ്ങോട്ട് വിളിക്കാം. ഒരാളൊന്ന് ഒരു മിനിറ്റ് നേരെ ഒന്ന് ഇങ്ങോട്ട് വരാമോ? അല്ല, ധനുഷ് ഇളമക്കര. എന്താ ഇതിനോടൊക്കെ താല്പര്യമുണ്ടോ? ഭയങ്കരമായിട്ട്. അതെ, ഞങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് സ്ത്രീകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചില്ല? സ്ത്രീകളില്ല വീട്ടില്. ആരെയും കിട്ടിയില്ലേ? ബാച്ചിലേഴ്സ് സ്ത്രീകൾ ജോലിക്ക് പോയിട്ട് ഞങ്ങൾ ഇതിന് നടക്കണേ. പോലുള്ള പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്നവരാണ്. എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്. സമ്മാനം അടിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പൊ പ്രതീക്ഷയുണ്ട്. ആണോ? ഒന്നാം സമ്മാനം ഉറപ്പിച്ചു. യെസ് യെസ്, ഓക്കെ. ആ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം നല്ലതാണ്. നമുക്ക് 16 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. അത്രയും ആളുകളിലേക്ക് ഈ മത്സരം എത്തിയെന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഓണപ്പൂക്കള മത്സരത്തിൻ്റെ ആവേശത്തിലാണ് മത്സരാർത്ഥികൾ. വെറും പാർട്ടിസിപ്പേഷന് വന്നതാണോ അതോ പ്രൈസ് കൊണ്ടുപോകാൻ വന്നതാണോ എന്ന് നമുക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും പ്രൈസ് ഒരു വിന്നിങ് ഒരു ഫാക്ടറാണ്. എന്നാൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫ്രാഗ്മെൻറ്റ് എഡ്യൂക്കേഷൻ സർവീസസ് ആണ്. കുട്ടികളെ പുറത്തേക്ക് വിടുക, എബ്രോഡ് സ്റ്റഡീസ് ആണ്. അങ്ങനെ പുറത്ത് പോകുമ്പോഴും നമ്മുടെ തനിമേനൊരു
ആണ്ടിലൊരിക്കൽ നമ്മൾ അതിനെ ആഘോഷിക്കുക, അതാണ് നമ്മുടെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത്. ബട്ട് യെസ്, ഡെഫിനറ്റ്ലി നമുക്ക് ഫൈനൽ കിട്ടുന്നത് നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷനാണ്. നേരത്തെ പങ്കെടുത്തിട്ടുണ്ടോ ഇത്തരം മത്സരങ്ങളിൽ? ഇവിടെ അത് ആദ്യമായിട്ടാണ്, ഓബ്രോണിൽ ആദ്യമായിട്ടാണ്. നമ്മളിപ്പോൾ ഓൾറെഡി 2+ years ആയി ഇവിടെ ഉള്ളത് ഓബ്രോണിൽ. പക്ഷേ ദിസ് ഇസ് ലൈക്ക് ഫസ്റ്റ് ടൈം. നിങ്ങൾ തകൃതിയായി പൂവിടുകയാണെന്ന് അറിയാം, എന്നാൽ കൂടി ഞങ്ങളെയും കൂടി ഒന്ന് പരിഗണിക്കുമോ? ഒരു ചെറിയ ബൈറ്റ് തന്നാൽ സന്തോഷം. ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ്, കൊച്ചിയിൽ നിന്ന് തന്നെയാണ്, പള്ളുവത്തിൽ നിന്ന്. സത്യം പറഞ്ഞാൽ ഇത് ഭാര്യയുടെ ആഗ്രഹം കൊണ്ട്, അതാണ് എൻ്റെ ഭാര്യ. ഭാര്യയുടെ ആഗ്രഹം, അതെന്താ ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന നല്ല ഭർത്താവ്. പൂക്കളം ഇടണം, കോമ്പറ്റീഷനിൽ കയറണമെന്നുണ്ട്. അപ്പം അങ്ങനെ ജോയിൻ ചെയ്തതാണ്. നമ്മളൊരു കേരള ഇതിന്റെ തെയ്യവും കഥകളിയും ഓക്കെ എല്ലാം കൂടി നല്ലൊരു വെറൈറ്റി തീമാണ്. എന്തായാലും സമ്മാനം നിങ്ങൾക്ക് തന്നെ കിട്ടും അല്ലേ? ആഗ്രഹമുണ്ടല്ലേ? ഓണപ്പൂക്കള മത്സരം 2025 ജഡ്ജസ് ഇവിടെ എത്തിയിട്ടുണ്ട്. വിധി നിർണയത്തിനായി പ്രമുഖരായിട്ടുള്ള 2 ചിത്രകാരന്മാരെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വെൽ നോൺ ആർട്ടിസ്റ്റ് ശ്രീ ജയേന്ദ്രൻ, ലളിതകലാ അക്കാദമിയുടെ പുരസ്കാരമടക്കം ലഭിച്ച ആർട്ടിസ്റ്റ് സുനിൽ വല്ലാർപാടം. ഈ 2 പേരാണ് വിധി നിർണയത്തിന് എത്തിയിരിക്കുന്നത്. ആകെ 16 ടീമുകളാണ് ഈ മത്സരത്തിൽ മാറ്റുരച്ചത്. ഇനി നമുക്ക് ജഡ്ജസിന് വിട്ടുകൊടുക്കാം. ജനം മെഗാ ഓണപ്പൂക്കള മത്സരം 2025 വിധി നിർണയം പുരോഗമിക്കുകയാണ്. വിജയികൾക്ക് സമ്മാനം നൽകാനായി വിശിഷ്ടാതിഥി എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സുപ്രസിദ്ധ സിനിമാ നിർമ്മാതാവും ചലച്ചിത്ര താരവുമായ നടനുമായ നിരവധി ഹിറ്റ് ഫിലിമുകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ശ്രീ വിജയ് ബാബുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ ധന്യരാണ്. ശ്രീ വിജയ് ബാബു, ജനം TV ഇങ്ങനെയൊരു ഓണപ്പൂക്കള മത്സരം സംഘടിപ്പിച്ചു. അതിലേറ്റവും പ്രധാന ആകർഷണമായിട്ട് ഈ പാർട്ടിസിപ്പൻസ് പറയുന്നത് ക്യാഷ് പ്രൈസ് ആണ്. 50,000 രൂപ. ഒന്നാം സമ്മാനം 50,000 രൂപ, രണ്ടാം സമ്മാനം 30,000 രൂപ, മൂന്നാം സമ്മാനം 20,000 രൂപയാണ്. അപ്പോൾ ഇപ്പോൾ വന്ന് താങ്കളൊന്ന് ഓടി നടന്ന് കണ്ടു ഈ പൂക്കളങ്ങളൊക്കെ. എന്തു തോന്നുന്നു? വാട്ട് യു ഫീൽ? ഇപ്പോഴാണ് ഓണം മൂഡിലേക്ക് വന്നത്. ഐ മീൻ, ഇത് ഇപ്പം ഞാൻ 2-3 പ്രോഗ്രാംസിന് പോയിട്ടാണ് വരുന്നത്, ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ്. പക്ഷെ ആ ഫീല് കിട്ടിയില്ല. ഇവിടെ വന്നോടെ ഓണം തുടങ്ങി എന്നുള്ള ആ ഒരു ഓണം മൂഡിലേക്ക് എത്തി. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. എത്ര സമയം എടുത്തു എന്ന് എനിക്കറിയില്ല, ആരൊക്കെയാ ഇട്ടിരിക്കുന്നതെന്നും അറിയില്ല. ഞാനൊന്ന് ഓടിച്ചു നോക്കി, എനിക്ക് പ്രിയപ്പെട്ടതുണ്ട് ഇവിടെ, പക്ഷെ ഞാനത് പറയില്ല. കാരണം ജഡ്ജസ് നോക്കുന്ന മാനദണ്ഡങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ നോക്കുന്നത് ലുക്ക് ആൻഡ് ഫീൽ, അല്ലെങ്കിൽ എന്നെ അട്രാക്ട് ചെയ്തിരിക്കുന്ന പൂക്കളം ഏതാണെന്നുള്ളതാണ്. പക്ഷെ ഒരു മത്സരമാവുമ്പോൾ അതിനകത്ത് വേറെ പല മാനദണ്ഡങ്ങളുണ്ട്. യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന ട്രഡീഷണൽ രീതി, അതൊക്കെ ഉണ്ടാവുമെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ പിന്നെ പറയാം. ആൻഡ് കൺഗ്രാറ്റ്സ് ജനം TV ഫോർ ഓർഗനൈസിങ് സച്ച് എ ബ്യൂട്ടിഫുൾ ഫങ്ഷൻ ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ് ഷോ. താങ്ക് യു. കുട്ടിക്കാലത്ത് ഓണപ്പൂക്കളമൊക്കെ തീർത്തിട്ടുണ്ടോ? പൂപ്പറിക്കാൻ പോയിട്ടുണ്ടോ? നമുക്ക് വീട്ടിൽ തന്നെ, കൊല്ലത്താണ് എൻ്റെ വീട്, അപ്പോൾ വീട്ടിൽ തന്നെ അത്യാവശ്യം പൂന്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലെ പൂക്കൾ വെച്ചിട്ടുള്ള
പൂക്കളമാണ് ഞങ്ങൾ ഇടാറ്. വെളിയിൽ നിന്ന് പൂ വാങ്ങിച്ചിട്ട് അല്ല കുട്ടിക്കാലത്ത് ഇടാറ്. വീട്ടിലെ മുല്ലപ്പൂവും അല്ലെങ്കിൽ വീട്ടിലുള്ള ജമന്തിയും അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുട്ടികൾ ചെയ്യുന്ന ട്രഡീഷണൽ ഫോം എന്നല്ല നമുക്കറിയാവുന്ന രീതിയിൽ. പക്ഷെ അതും ഒരു രസമായിരുന്നു. അതാണ് അത്തപ്പൂക്കളം ഇട്ടുള്ള ഓർമ്മ. ഇപ്രാവശ്യം ഓണ സിനിമയില്ല അല്ലേ? ഓണ സിനിമ ഫ്രൈഡേ ഫിലിം ഹൗസിലില്ല. ഞങ്ങളുടെ ആട്3 എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഒരു 50% ഷൂട്ട് കഴിഞ്ഞു. എത്രയും വേഗം തിയേറ്ററിൽ എത്തിക്കാൻ ശ്രമിക്കും. ഒബ്റോൺ മാളിൻ്റെ ജനറൽ മാനേജർ ശ്രീ മോനു നായരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ മോനു നായർ ഇന്ന് ഞങ്ങളുടെ വെന്യൂ പാർട്ട്ണർ ഒബ്റോൺ മാൾ ആണ്. ഇങ്ങനെയൊരു വേദി നമുക്ക് അനുവദിച്ച് തന്നു. So yeah, thank you so much for Janam TV to came up with such a good idea, and it was like really good that they were coordinating last 2 days and planning with us. So it's not Janam TV program, it's Oberon family program for us. ഞങ്ങൾക്ക് ഇന്ന് ഈ 3ാം സമ്മാനം 20,000 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിൻ്റെ ഇൻഡസ്ട്രിയൽ, ആ സ്ഥാപനത്തിൻ്റെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് മാനേജർ ശ്രീ ജോസും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും 2 വാക്ക് സംസാരിക്കാൻ വിളിക്കുകയാണ്. Well, I would say, first of all, congratulations to Janam TV and Oberon Mall. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉത്സവമാണ്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഒരു ഉത്സവം തന്നെ. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും മീഡിയയായിട്ട് സഹകരിച്ച് അതിനുവേണ്ടി ഞങ്ങൾ സഹകരിക്കുകയും അതിനുവേണ്ടി പങ്കെടുക്കുകയും എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെയും ഒരു പരിപാടിയാണത്. അതാണ് മെയിൻ കാരണം. താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. അപ്പോൾ ഇതാ വിധി എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം പറയുന്നില്ല, കുറച്ചുകൂടെ ഒന്ന് ടെൻഷൻ അടിച്ചു നിൽക്കട്ടെ. ഓക്കെ. ജഡ്ജിങ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ശ്രീ സുനിൽ വല്ലാർപാടം പരിശോധനയെക്കുറിച്ച് പറയും, നിരീക്ഷണങ്ങളെ കുറിച്ച് പറയും. പ്ലീസ്. ഒരു പൂക്കള മത്സരം തുടങ്ങുന്നത്, അതിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് വിധികർത്താക്കൾ ഉപരി പൂക്കളമിട്ടവർ തന്നെയാണ്. കാരണം അവർ ഡിസൈൻ തിരഞ്ഞെടുക്കുന്നത് മുതൽ ഒരു മത്സരത്തിൻ്റെ വിജയം തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു മുറിയുടെ അകത്താണ് തീർച്ചയായിട്ടും ഒരു പൂക്കള മത്സരത്തിൻ്റെ വിധി നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജോലി അത് എത്രത്തോളം മൈന്യൂട്ടായിട്ട് ചെയ്തേക്കുന്ന ആ പൂക്കളത്തിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് കുറച്ച് വിലപ്പെട്ട ഒരു പണി തന്നെയാണത്. തീർച്ചയായിട്ടും ഭയങ്കര കൺഫ്യൂഷനാണ്. എന്നാലും നമ്മൾക്ക് പല രീതിയിൽ ഒരു പൂക്കളത്തെ പല രീതിയിൽ നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ കളർ ഹാർമണി, ഡിസൈൻ, നീറ്റ്നെസ്, ക്ലീൻ ലൈൻസ്, അതുപോലെ ടോട്ടൽ അപ്പിയറൻസ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഒരു പൂക്കളത്തെ ഡിവൈഡ് ചെയ്തിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ആ നിമിഷം ആർക്കാണ് കിട്ടേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാ പൂക്കളവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും 3ാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് ടീം 2. 3ാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് ടീം 2 ആണ്. ടീം 2വിന് 20,000 രൂപ നൽകുന്നത് ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് മാനേജർ ശ്രീ ജോസിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. രണ്ടാം സമ്മാനത്തിന് അർഹമായ ടീമിനെ പ്രഖ്യാപിക്കുകയാണ്. ഗസ് ഏതാ നമ്പർ? ചെസ് നമ്പർ പറ പെട്ടെന്ന്. 11 ഉണ്ട്, 12 ഉണ്ട്,
15. അപ്പോൾ മത്സരത്തിൽ പങ്കെടുത്തവർ തന്നെയാണ് വിളിച്ച് പറയുന്നത്. അവരുടെ ജസ്റ്റ് നമ്പർ പറയാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നന്നായിട്ട് തോന്നിയ ഏതാണ്? പൂക്കളം എന്നുള്ളതാണ്. യെസ്, എന്തായാലും രണ്ടാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് ജസ്റ്റ് നമ്പർ 10. എവിടുന്നാ നിങ്ങളുടെ ടീമിന്റെ പേരെന്ന് പറഞ്ഞു? പള്ളുരുത്തിയിൽ നിന്ന് വന്ന CC ഗ്രൂപ്പാണ് വാങ്ങിയിരിക്കുന്നത്. യെസ്, കൺഗ്രാജുലേഷൻ CC ഗ്രൂപ്പ്. ആരാണ് ഇനി 50,000 രൂപ കൊണ്ടുപോകുന്ന ടീം? ഗസ് 12 പറയുന്നു. 12 പിന്നെ 12. എന്തായാലും ഇനി അധികം ടെൻഷൻ അടിക്കേണ്ട. വിജയെ പ്രഖ്യാപിക്കുകയാണ്. ഒന്നാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് ചേസ് നമ്പർ 14 കേട്ടോ. യെസ്, എവിടുന്നാ വരുന്നത്? നവോദയ എളമക്കരയാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത്. 50,000 രൂപയുടെ ക്യാഷ് പ്രൈസ്. അടുത്തതായി 2 സ്പെഷ്യൽ മെൻഷൻ കൂടിയുണ്ട്. പ്രോത്സാഹന സമ്മാനം ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. 4ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് ചേസ് നമ്പർ 11. 5ാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് ചേസ് നമ്പർ 12. ചേസ് നമ്പർ 12-നാണ് 5ാം സമ്മാനം. അതും ജഡ്ജിങ് കമ്മിറ്റിയുടെ സ്പെഷ്യൽ മെൻഷൻ ആണ്. ഹായ് എല്ലാവർക്കും. കാസർഗോഡ് ടീമാണല്ലേ. സന്തോഷമുണ്ട്. കാസർഗോഡ് നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് വിൻ ചെയ്തതിന് നല്ല സന്തോഷം. നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണോ വന്നേ? അല്ലെങ്കിൽ വെറുതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, കുഴപ്പമില്ല, ഒരു ട്രിപ്പ് എന്ന രീതിയിൽ വന്നാണോ? പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാറുണ്ടോ? ഇവിടുന്ന് ഇത്രയും പൂക്കളുമായിട്ടാണ് നിങ്ങൾ വന്നത്? ഇവിടെ വന്ന് വാങ്ങിയതാണോ? അവിടുന്ന് കൊണ്ടുവന്നതുണ്ട്. കട്ടിംഗ് ഒക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ടാണോ ചെയ്തത്? കൂടുതലും ഇവിടെ വന്ന് ചർച്ച. പൂക്കളം മത്സരത്തിൽ സെക്കൻഡ് കിട്ടിയ നമ്മുടെ CC ഗ്രൂപ്പാണ്. നമുക്ക് അവരോട് ചോദിക്കാം അവരുടെ അനുഭവം. സന്തോഷമുണ്ട് സെക്കൻഡ് പ്രൈസ് കിട്ടിയതിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ എവിടുന്നാണ് നിങ്ങൾ ഒപ്പിക്കുന്നത്? കൂടുതലും ഞങ്ങളത് നമ്മുടെ സ്ഥലത്ത് നിന്ന് ശേഖരിക്കുന്നതാണ്. വാങ്ങുന്ന പൂക്കളുടെ എണ്ണം കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പൂക്കള മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ നവോദയ, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ജനം ടിവിയിൽ നിന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ തന്നെ 1ാം സമ്മാനം നേടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയത്? ഇതിന്റെ ഡിസൈൻ നമ്മൾ ഒരു പ്രാവശ്യം വരച്ച് നോക്കി ഒരു ട്രയൽ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷന് വരുന്നത്. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി. ഈ കോമ്പറ്റീഷൻ ഇവിടെ സംഘടിപ്പിച്ചു. ആ കോമ്പറ്റീഷൻ അത് വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും സഹകരിച്ചു. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് മത്സരമാണ്. പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. ജഡ്ജിങ് കമ്മിറ്റിയുടെ വിധി നിർണയമാണ് അന്തിമം. അതുകൊണ്ട് ഇനിയും മത്സരങ്ങൾ വരും. ആ മത്സരങ്ങളിൽ പങ്കെടുക്കുക, കൂടുതൽ സമ്മാനങ്ങൾ നേടുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. എല്ലാവർക്കും ജനം TV യുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്തേ.